ഇപ്പം ദൈവത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. പരിശുദ്ധാത്മാവാണ് നയിക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്തകളോട് സഹകരിക്കുന്ന മറ്റ് വ്യക്തികൾ ആരെങ്കിലും ദൈവം ഒരുക്കിയിരിക്കും. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. ഞാൻ പള്ളി ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ മാതാവിൻ്റെ പള്ളിയാണ്. അവിടുത്തെ മെയിൻ ഫോട്ടോ, മാതാവിൻ്റെ ഫോട്ടോ അകപ്പാടെ അങ്ങ് പഴകി ആകെ അങ്ങ് വികൃതമായിരിക്കുന്ന അവസ്ഥ. പക്ഷേ ആ പള്ളി ഒരു പട്ടിണി പള്ളിയാണ്. പള്ളിക്ക് 5 പൈസ വരുമാനമില്ല. ഒത്തിരി കഷ്ടപ്പെട്ട ഓരോ മാസം കടന്നു പോകുന്നത്. ഇടവക്കാരുണ്ട്, ഒത്തിരി പാവങ്ങളാണ്. അപ്പം എനിക്ക് കിട്ടുന്ന ശമ്പളം പോലും 3000 രൂപയാണ് ശമ്പളം. അപ്പം അങ്ങനെ ഒരു കഷ്ടപ്പെടുന്ന സാഹചര്യം. പക്ഷെ ഒരു ദിവസം ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പം ഈ തിരുനാൾ 8-ാം തീയതി ആകാറായി. ഓഗസ്റ്റ് മാസം അവസാനം ഞാൻ ആഗ്രഹിക്കുകയാണ്, ഈ രൂപ ഒന്ന് മാറ്റിവെക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ആഗ്രഹിക്കുക. അപ്പം ഞാൻ അതിങ്ങനെ മനസ്സിൽ തലോടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഇടവകയിൽ ഒരു സഹോദരി പറഞ്ഞു, ജോഷിച്ച ഇവിടെ മാതാവിൻ്റെ ഫോട്ടോ ഒന്ന് മാറ്റി വെച്ചാലോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ മോളെ, എനിക്കും ആഗ്രഹമുണ്ട്, എൻ്റെ ചിന്തയാണ്, പക്ഷേ പൈസ വേണ്ടേ? അച്ഛൻ ഞാൻ പൈസ തരാം, അച്ഛനത് മാറ്റി വെക്കാമെന്ന് ചോദിച്ചു. സമാധാനമായി. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നതെങ്കിൽ എൻ്റെ അടയാളമാണ് 2-3 പേരുടെ മനസ്സിൽ ഒരേ സമയത്ത് ഒരു നന്മ ചെയ്യാൻ തോന്നും. സന്തോഷമായി. ഇപ്പം ഞാൻ വലിയ ഗമയിൽ സന്തോഷത്തോടെ ആലപ്പുഴയിൽ നിന്ന് ബസ് പോയി കയറി ചങ്ങനാശ്ശേരിക്ക് പോയി. നല്ലൊരു മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ മേടിച്ച് ഞാൻ കൊണ്ടുവന്ന് വെച്ചപ്പോഴേ കൈക്കാരന്മാർ വന്നു. കൈക്കാരന്മാരോട് ഞാൻ പറഞ്ഞു, നമുക്ക് ആ ഫോട്ടോ മാറ്റി ഈ ഫോട്ടോ വെക്കാമെന്ന് പറഞ്ഞു. അവരങ്ങോട്ട് ദേഷ്യപ്പെട്ടില്ലേ? ഒരു കൈക്കാരൻ്റെ അടുത്ത ബന്ധു പണ്ട് കൊടുത്തതായിരുന്നു ആ രൂപം. അവരങ്ങോട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് അവർ പറഞ്ഞു, പറ്റുകയല്ല, അത് തന്നതാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ പേടിച്ചു പോയി. എനിക്ക് സിമിത്തിരി പോകാൻ പേടിയില്ല, എനിക്ക് പിശാചുക്കളെ പേടിയില്ല, പക്ഷെ എനിക്ക് വഴക്ക് ഭയങ്കര പേടിയാണ്. അടി വഴക്ക്, പോലീസ് കേസ്, കോടതി കേസൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞു, വെക്കണ്ട, വെട്ടിനോട്ടെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യണ്ട. ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ. ഞാൻ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്കിത് വെക്കാൻ മടിയാണെങ്കിൽ അത് വെക്കണ്ട. ആ രൂപം എടുത്തുകൊണ്ട് പോയി അതിൻ്റെ ആ ചില്ലൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഭംഗിയായിക്കൊണ്ട് പോയി. മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ പോവല്ലേ, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അവരത് എടുത്തുകൊണ്ട് പോയി കൊണ്ട് കൊടുത്തപ്പോഴേക്ക് അവിടെ പിന്നെ ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ല. സമയമായി. മാസം 8-ാം തീയതി രാവിലെ ഞാൻ വന്നപ്പോഴേക്ക് ഞാൻ എങ്ങോട്ട് പോയിട്ട് വന്നു. ഞാൻ വൈകിട്ടാണ് കുർബാന. അപ്പോൾ എങ്ങോട്ടേ പോയിട്ട് വന്നപ്പോഴേക്ക് എൻ്റെ മുമ്പിൽ കൈക്കരമാർ നിൽക്കുക, കൈയും കൂപ്പി നിൽക്കുക. ഞാൻ ചെന്നാ പറ്റി കൈ കൂപ്പി നിൽക്കുന്നത്? വെച്ചാൽ ഞങ്ങൾ അച്ഛൻ്റെ മുറിയുടെ കീ മടത്തിന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ അച്ഛൻ്റെ മുറി തുറന്ന് ഇവിടെ നിന്ന് അച്ഛൻ വാങ്ങി വെച്ച രൂപ എടുത്ത് പള്ളി കൊണ്ടുവച്ച് എന്ന് പറഞ്ഞു. എന്ത് പറ്റി? പള്ളി രൂപ എന്ത് പറ്റി? അച്ഛൻ അത് കൊടുത്തപ്പോഴേക്ക് തുറന്നപ്പോഴും തവിട് പൊടിയായി പോയി, അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ മക്കളെ ഞാൻ വ്യഞ്ചരിച്ചില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എനിക്കാണ് പൊക്കമില്ലല്ലോ, നിങ്ങൾക്കറിയില്ല എനിക്ക് പൊക്കമില്ലെന്ന്. ഞാൻ ഇവിടെ സ്റ്റോളിൽ കയറി നിൽക്കുക. അപ്പോൾ ഞാൻ പിന്നെ ഒരു മേശയിട്ട് അതിൻ്റെ പുറത്തൊരു കസരിട്ടാണ് ഞാൻ അവിടെ നിന്ന് വ്യഞ്ചരിച്ചത്. വികാരിച്ചൻ മേശപ്പുറത്ത് കയറുന്ന വ്യഞ്ചരിക്കേണ്ട അവസ്ഥ. എങ്ങനെ വ്യഞ്ചരിച്ചാലും കൊള്ളാം, കർത്താവിൻ്റെ പദ്ധതി പൂർത്തിയായി. അത് ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിൻ്റെ പദ്ധതി പൂർത്തിയായി. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണ്? അത് നടത്തപ്പെടും. തടസ്സങ്ങൾ നടക്കും, അത് പൂർത്തിയാകും. 2 എന്താണ്? രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? 2-3 പേരുടെ മനസ്സിൽ ഒരേ സമയത്ത് ഒരു നന്മ ചിന്ത വരും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലേ,